നമസ്കാരം. SFI നേതാക്കൾ കരണക്കുറ്റിക്കടിച്ച് നെഞ്ചത്ത് അടുപ്പ് കൂട്ടുമെന്ന് ഭീഷണിപ്പെടുത്തിയ പ്രിൻസിപ്പലിനെതിരെ പോലീസ് നടപടികളുമായി മുന്നോട്ടു പോകുന്ന സംഭവം ഭരിക്കുന്ന പിണറായി സർക്കാരിനോട് ജനങ്ങൾക്ക് അറപ്പുളവാക്കുന്നതും ഞെട്ടിക്കുന്നതുമാണ്. ഭരണത്തിന്റെ ഹുങ്കിൽ എന്ത് തെമ്മാടിത്തരവും കാട്ടാമെന്നതിലേക്കാണ് ഇത് വിരൽ ചൂടുന്നത്. SFI പ്രവർത്തകരുടെ മർദ്ദനമേറ്റ ഗുരുദേവ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സുനിൽ ഭാസ്കറിനെതിരെ പോലീസ് സ്വീകരിച്ച നടപടി അടികൊണ്ടതിനേക്കാൾ വിചിത്രം തന്നെയാണ്. SFI നേതാവ് BR അഭിനവിനെ മർദ്ദിച്ചു എന്ന പരാതിയിൽ അറസ്റ്റിന് മുന്നോടിയായി അധ്യാപകന് നോട്ടീസ് നൽകിയിരിക്കുകയാണ് പോലീസ്. താങ്കൾ 3 വർഷത്തിൽ താഴെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റം ചെയ്തിരിക്കുന്നു. എപ്പോൾ വിളിച്ചാലും ഹാജരാകണമെന്നാണ് നോട്ടീസിലുള്ളത്. അതേസമയം പ്രിൻസിപ്പലിനെ മർദ്ദിച്ചു എന്ന പരാതിയിലെ പ്രതികളായ SFI പ്രവർത്തകർക്കെതിരെ ഇത്രയും ദിവസങ്ങൾക്ക് ശേഷം പോലും പേരിനൊരു കേസ് എടുത്തു എന്നല്ലാതെ മറ്റൊരു നടപടിയും ഉണ്ടായിട്ടില്ല. സംസ്ഥാനത്ത് ജൂലൈ 1-ന് 4 വർഷ ബിരുദ കോഴ്സിന്റെ ഉദ്ഘാടനം നടക്കുമ്പോൾ ഗുരുദേവ കോളേജിലെ SFI പ്രവർത്തകർ വിദ്യാർത്ഥികളെ സഹായിക്കാൻ എന്ന പേരിൽ സ്ഥാപിച്ച ഹെൽപ്പ് ഡെസ്കിന് അനുമതി നൽകാത്ത സംഭവത്തെ തുടർന്നാണ് കുട്ടി നേതാക്കൾ പ്രകോപിതരാവുന്നത്. പുറത്തുനിന്ന് ക്യാമ്പസിലെത്തിയ SFI പ്രവർത്തകർ പ്രിൻസിപ്പലിനെ ചോദ്യം ചെയ്യുകയായിരുന്നു. ഇതിനിടെ പ്രിൻസിപ്പലിനെ SFIക്കാർ കരണക്കുറ്റിക്കടിച്ചു. സ്റ്റാഫ് സെക്രട്ടറിയായ അധ്യാപകൻ KP രമേശനും അടിയും തൊഴിയും കിട്ടി. മുഖത്തടിച്ചതിനു പുറമെ പ്രിൻസിപ്പലിന്റെ കൈക്ക് പിടിച്ച് വിദ്യാർത്ഥികൾ തിരിച്ച് ചെന്നായ്ക്കളെ പോലെ ആക്രോശിക്കുകയായിരുന്നു. പരിക്കേറ്റ പ്രിൻസിപ്പലിനെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പോലും അക്രമികളായ SFIക്കാർ സമ്മതിച്ചില്ല. SFI ഏരിയ പ്രസിഡന്റ് BR അഭിനവിനെ പ്രിൻസിപ്പൽ മർദ്ദിച്ചതായും മർദ്ദനത്തിൽ കർണപുടം തകർന്നതായും SFI നേതാക്കൾ ആരോപിച്ചിരുന്നുവെങ്കിലും പുറത്തുവന്ന CCTV ദൃശ്യങ്ങളിൽ പ്രിൻസിപ്പലിന്റെ ചെകിട്ടത്തടിക്കുന്ന ദൃശ്യങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. സംഭവത്തിന് പിറകെ ഓഫീസിനുള്ളിലെ CCTV ദൃശ്യം കൈക്കലാക്കി തെളിവുകൾ ഇല്ലാതാക്കാൻ പോലും SFI പ്രവർത്തകർ ശ്രമിച്ചിരുന്നു. 4 വിദ്യാർത്ഥികളടക്കം കണ്ടാലറിയാവുന്ന 15 പേർക്കെതിരെ പ്രിൻസിപ്പൽ പരാതി നൽകിയിരുന്നുവെങ്കിലും പ്രിൻസിപ്പലിനെ മർദ്ദിച്ച് ഭീഷണിപ്പെടുത്തിയ നേതാക്കൾക്കെതിരെ ഇതുവരേക്കും യാതൊരു നടപടികളും പോലീസ് സ്വീകരിച്ചിട്ടില്ല. പ്രിൻസിപ്പൽ ഹൈക്കോടതിയെ സമീപിച്ചതിനെ തുടർന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ കോളേജിൽ പോലീസ് സംരക്ഷണം നൽകാൻ ഉത്തരവിടുകയായിരുന്നു. പോലീസ് അകമ്പടിയിൽ കോളേജിലെത്തി വരുന്ന പ്രിൻസിപ്പലിന്റെ ചിത്രം ഉപയോഗിച്ച് പ്രിൻസിപ്പൽ അറസ്റ്റിലായി എന്ന വ്യാജ പ്രചരണം നടത്താനും ഇതിനിടെ SFI ശ്രമിച്ചു. ഇതിനെതിരെ പ്രിൻസിപ്പലിന് തുടർന്ന് സൈബർ പോലീസിൽ പരാതി നൽകേണ്ടതായും വന്നു. 100ഓളം വിദ്യാർത്ഥികളും പോലീസുകാരും നോക്കി നിൽക്കുമ്പോൾ പ്രിൻസിപ്പലിന്റെ കാൽ വെട്ടിയെടുക്കുമെന്നും നെഞ്ചത്തടുപ്പ് കൂട്ടുമെന്നും മൈക്ക് കെട്ടി പ്രസംഗിച്ച വിദ്യാർത്ഥി യുവജന സംഘടനാ നേതാക്കൾക്കെതിരെ യാതൊരു നടപടിയും പോലീസ് സ്വീകരിച്ചില്ല എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. എന്റെ കാൽ ആരെങ്കിലും വെട്ടിയെടുക്കുന്നുവെങ്കിൽ എടുക്കട്ടെ എന്ന നിലപാടാണ് ഇപ്പോൾ പ്രിൻസിപ്പലിനുള്ളത്. ഈ അധ്യാപകൻ 2 കാലിൽ ഇനി കോളേജിനകത്ത് കയറില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ചെയ്യാനുള്ള കഴിവുണ്ട് എന്ന് മനസ്സിലാക്കിക്കോ എന്നാണ് ഒരു SFI നേതാവിന്റെ പ്രഖ്യാപനം. 20 വയസ്സ് മാത്രമുള്ള ഒരു SFI നേതാവ് തന്റെ പിതാവിനേക്കാൾ പ്രായമുള്ള പ്രിൻസിപ്പലിനെ കോളേജിന് മുന്നിൽ ഭീഷണി മുഴക്കി നടത്തിയ പ്രസംഗം വിദ്യാർത്ഥികൾ പോലും അമ്പരപ്പിക്കുന്നതായിരുന്നു. SFI കൊയിലാണ്ടി ഏരിയ പ്രസിഡന്റിനെ കോളേജ് പ്രിൻസിപ്പൽ മർദ്ദിച്ചു എന്നാരോപിച്ച് നടത്തിയ മാർച്ചിൽ DYFI ഏരിയ സെക്രട്ടറി നവതേജ് S മോഹൻ നടത്തിയ ഭീഷണി പ്രസംഗത്തിലെ വാക്കുകൾ കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ നെഞ്ചത്ത് മുളകരയ്ക്കുന്നതായിരുന്നു. ആ പ്രസംഗം ഇങ്ങനെയായിരുന്നു: ഈ അധ്യാപകനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് SFIക്ക് അറിയാം. വിദ്യാർത്ഥികളോട് മോശമായി പെരുമാറുന്ന അധ്യാപകൻ പഠിപ്പിക്കാൻ യോഗ്യനല്ല. ആ അധ്യാപകനെ പുറത്താക്കണം. ക്യാമ്പസിൽ സംഘടനാ പ്രവർത്തനം നടത്തിയ സഖാവിനെ അകാരണമായി അടിക്കുകയായിരുന്നു. കൊയിലാണ്ടിയിലെ പോലീസിന് SFIയെ നന്നായി അറിയാം. ഞങ്ങൾ കയറാൻ തീരുമാനിച്ചത് രമേശിന്റെ മുറിക്കകത്തും പ്രിൻസിപ്പലിന്റെ മുറിക്കകത്തുമാണ് എങ്കിൽ തടയാൻ ഈ പോലീസ് മതിയാകില്ല. അവർ 2 ആളെയും കൊണ്ടുപോകാൻ 2 ആംബുലൻസ് കൂടി പോലീസ് വിളിച്ചുകൊണ്ട് വരേണ്ടി വരും. പിണറായിയുടെ ഭരണത്തിൽ ഗുരുനാഥന്റെ കരണക്കുറ്റി അടിച്ചു പൊട്ടിച്ചാണ് SFI നേതാക്കൾ ഗുരുദക്ഷിണ നൽകുന്നത്. കലികാലത്തിന്റെ ദുരന്തമായ അവസ്ഥയാണിത്. കേരളത്തിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി സംഘടനയാണ് ഈ തെമ്മാടിത്തരങ്ങൾ കാട്ടിക്കൂട്ടുന്നത് എന്നും ഓർക്കണം. SFIയുടെ വഴിവിട്ട പോക്ക് തുടങ്ങിയിട്ട് കാലമേറെയായി എങ്കിലും
നാട്ടിലെ സ്വാതന്ത്ര്യവും ജനാധിപത്യവും സോഷ്യലിസവും സംരക്ഷിക്കുന്നതിന്റെ പേരിൽ രക്ഷിതാക്കളെയും സമൂഹത്തെയും ഭീഷണിപ്പെടുത്തുകയാണ് SFI ചെയ്തു വരുന്നത്. കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ LDFന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവി ഏറ്റുവാങ്ങുമ്പോൾ തിരുത്തലുകൾ ഉണ്ടാകുമെന്ന് കരുതിയവർക്കൊക്കെ തെറ്റുപറ്റി. CPMO, DYFIയോ SFIയോ തിരുത്താൻ പോകുന്നില്ല. വിവരമോ വിദ്യാഭ്യാസമോ വിവേകബുദ്ധിയോ വകതിരിവോ ഇല്ലാത്തവർ തിരുത്തുന്ന പ്രശ്നം ഉദിക്കുന്നുമില്ല. അതാണ് പിണറായിയും MV ഗോവിന്ദനും നേതൃത്വം നൽകുന്ന CPM. അതാണ് അവരുടെ രാഷ്ട്രീയം.